ക്യാൻസർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഷിബിൻ ബേബിയെ സഹായിക്കാൻ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചു. വെള്ളരിക്കുണ്ട് ടൗണിലെ ടാക്സി ഡ്രൈവറാണ് ഷിബിൻ ബേബി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ക്യാൻസർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് വെള്ളരിക്കുണ്ട് ടൗണിലെ ടാക്സി ഡ്രൈവറായ ഷിബിൻ ബേബി. ഷിബിനെ സഹായിക്കാനായി വെള്ളരിക്കുണ്ട് വ്യാപാര ഭവനിൽ ചേർന്ന ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മിംസ് ആശുപത്രിയിലാണ് ഷിബിൻ ബേബി നിലവിൽ ചികിത്സയിലുള്ളത്. ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായി വന്നതോടുകൂടിയാണ് നാട്ടുകാരായ കൂട്ടുകാർ ഒത്തുചേർന്ന് ഷിബിന്റെ രോഗം ഭേദമാക്കുന്നതിനായി ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ധനസമാഹരണത്തിനായി യൂണിയൻ ബാങ്ക് വെള്ളരിക്കുണ്ട് ശാഖയിൽ ഷിബിൻ ബേബിയുടെ പേരിൽ പുതിയ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായത്താൽ ഷിബിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുള്ളത്. നിർധന കുടുംബാംഗമായ ശ്രീ ഷിബിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ധനം സമാഹരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നല്ലവരായ നാട്ടുകാരുടെയും അഭ്യുദാംക്ഷകളുടെയും എല്ലാം സഹായം ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാം മനസ്സറിഞ്ഞ സംഭാവന കൊണ്ട് മാത്രമേ ആ ചെറുപ്പക്കാരന് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജൻ പൈങ്ങോട്ട്, ശൈലജ കൃഷ്ണൻ, ജോമോൻ മാത്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ചന്ദ്രൻ വിളയിൽ, ജെറ്റോ ജോസഫ്, ഉത്തമൻ വെള്ളരിക്കുണ്ട്, ജിമ്മി എടപ്പാടി, വിനോദ് പന്നിത്തടം, ടോമി മണിയൻതോട്ടത്തിൽ, സാജൻ കൂട്ടക്കളം, ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് EM മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. ബാബു കല്ലറയ്ക്കൽ സ്വാഗതവും ടോണി തോമസ് നന്ദിയും പറഞ്ഞു. വാർഡംഗം ജോമോൻ മാത്യു ചെയർമാനായി വിപുലമായ കമ്മിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.